ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബിഗ് ബോസ് ഒന്നുമല്ല, ബട്ട് ബിഗ് ബോസ് റിലേറ്റഡ് ആണ്. കാരണം ബിഗ് ബോസിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ടാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ രേണു സുധീനെ കുറിച്ചിട്ടാണ്. ആക്ച്വലി വെറുത്ത് എന്താ പറയുക, ഒരു അവസാനം ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ലേ, ആ ഒരു രീതിയാണ് ഇപ്പോൾ രേണു സുധിയിൽ കാണുന്നത്. ആക്ച്വലി ഞാനാണെങ്കിൽ തന്നെ നെഗറ്റീവ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഹൗസിൽ ഇരുന്നപ്പോൾ, അതായത് ബിഗ് ബോസിൽ വന്നപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ആള് ഭയങ്കര ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയുന്നു, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. സോ ഫസ്റ്റ് ടൈം സോഷ്യൽ മീഡിയയിൽ വരുന്നവർക്കൊക്കെ ഉള്ള ഒരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പെട്ടെന്നൊരു ഫെയിം കിട്ടുമ്പോൾ എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു മേ ബി അങ്ങനത്തെ ഒരു ഇതായി പോയി കാണും പുള്ളിക്കാരി. സോ അതായിരിക്കാം ഇത്രയിലധികം നെഗറ്റീവ് വന്നത്. പക്ഷേ ഇന്നൊക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുപാട്, ഒരു 50% മുകളിൽ പുള്ളിക്കാരിക്ക് പോസിറ്റീവ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരി വെളിയിൽ പോയി അവിടെ ഒരു ബാറിൽ ഡാൻസ് ചെയ്തു എന്ന് പറഞ്ഞ്, അപ്പം ഈ ദുബായിൽ പോകുന്നത് ആർക്ക് വേണമെങ്കിലും പറ്റുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞൊരു കുട്ടി മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി എപ്പോഴും ദുബായിലേക്ക് പോകുന്നതാണ്. അക്കോർഡിംഗ് ടു മീ, ഞാനൊന്നും ദുബായിൽ പോയിട്ടില്ല. പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ആൻഡ് ഈവൻ അതെൻ്റെ ഇപ്പോൾ ഈ യൂട്യൂബ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കൊലാബിന് ഒരാളെ വിളിച്ചാൽ ഐ എം സോ ഹാപ്പി. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് പോയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പോൾ നമ്മളിൽ ആരാണെങ്കിൽ പോലും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിൽ പോലും നമ്മൾ പോവും അല്ലേ, ഫ്രീ ആയിട്ട് നമുക്കൊരു കൊളാബ് കിട്ടി നമ്മുടെ കഴിവ് അവിടെ പോയി കാണിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഞാനും ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഞാനും പാട്ട് പാടും. പക്ഷേ ഞാനതിലൊന്നും പെർഫെക്റ്റ് അല്ല. അപ്പം എനിക്ക് അങ്ങനെയുണ്ട്, ഞാൻ ചെയ്യുന്നത് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ 100% പെർഫെക്റ്റ് അല്ല. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വന്നാലേ ഞാനത് പ്രസൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ പക്ഷേ ചിലപ്പോഴൊക്കെ ഞാനും ഊളയായിട്ടൊക്കെ, ഞാൻ ഗാനമേളയ്ക്കൊക്കെ പോകാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പം ചിലപ്പോൾ നമുക്ക് പാട്ടില്ലാതെ വരുമ്പോൾ നമുക്കന്ന് ഇത് പാടിയേക്കാം, ഇത് നമുക്ക് ഇങ്ങനെ പാടാം, ഈ ഒരു ലിറിക്സിൽ പാടാം എന്നൊക്കെ പറഞ്ഞ് ഞാനും പാടാറുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടാറ് എന്ന് വെച്ചാൽ ആ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് എല്ലാവർക്കും പറ്റില്ല അല്ലേ. നമുക്കാണെങ്കിലും ഒരു ഇതുണ്ട്, കയ്യിൽ നിന്ന് പോത്തില്ല എന്നുള്ളത്. പക്ഷെ കയ്യിൽ നിന്ന് പോന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ പാടത്തില്ല. അങ്ങനത്തെ ഒരു ഇതായിരിക്കും. നമ്മൾ കുറേ പ്രാവശ്യം കേട്ടൊരു പാട്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ലിറിക്സ് മാറ്റിയാലും കുഴപ്പമില്ലായിരിക്കും, ഈ പല്ലവി തന്നെ അനുപല്ലവിയിലും പാടാം. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ എന്തായാലും അതിനൊരു ഗട്ട്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, സീരിയസ്ലി പറയാണ്. അപ്പം രേണുവിനാണെങ്കിലും എന്താ പറയുക, ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയും ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിപ്പിടിച്ചിരുന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിയാണ്, അവർക്ക് വീട് കൊടുത്തു, അവർക്കെല്ലാം കൊടുത്തു. പക്ഷേ എന്നും ജീവിതകാലം മുഴുവനും ആരെങ്കിലും അവർക്ക് ചിലവിന് കൊടുക്കുമോ? ഇല്ല. സോ പുള്ളിക്കാർ തന്നെ ഇറങ്ങി വർക്ക് ചെയ്തെങ്കിലും മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് വന്നപ്പോൾ ഒരു ഡയമണ്ട് മാല, അതുപോലെ റേബൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാർ വരുന്നത്. സോ അതൊക്കെ എന്താ പറയുക, പുള്ളിക്കാരിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പം അതിനൊക്കെ പുള്ളിക്കാരി ലൈക്ക് യെസ് പ്രൗഡാകണം. ഇപ്പം ഞാനാണെങ്കിൽ പോലും പ്രൗഡാണ്. ആക്ച്വലി ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു 1 year ആയിട്ട് നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ് ഇതൊരു മോണിറ്റൈസ് ആക്കുക, അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എത്തുക എന്നുള്ളത്. സോ ചിലവർക്ക് എന്താണ്, കയറി തുടങ്ങി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് കിട്ടും. ദാറ്റ്സ് ലക്ക് ഫാക്ടർ. ചിലവർ ഭയങ്കര കഷ്ടപ്പെട്ട് വരുന്നതാണ്, ചിലവർ ഭയങ്കര സ്മൂത്തായിട്ട് വരുന്നതാണ്. സോ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു ലേബലുണ്ട്. സോ വേറൊരു പണി എന്താണ്, ഇപ്പോൾ നമ്മളിപ്പം ഓഫീസിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് എന്താ പറയുക, അതൊരു നമുക്ക് വേറൊരു ഇതാണ്, നമുക്ക് ഇൻട്രസ്റ്റ്, നമുക്കത് ചെയ്യണം. ആക്ച്വലി നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വേണം, ജീവിക്കണ്ടേന്ന് ഓർത്തിട്ടാണ് നമ്മളൊക്കെ ജോലിക്ക്, ഞാൻ വർക്ക് ചെയ്യാണ്, ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉള്ളപ്പം, അതായത് കലയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കലയിലൂടെ പണി ചെയ്ത് പൈസ കിട്ടുമ്പം ഇറ്റ്സ് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്, സീരിയസ്ലി. ആക്ച്വലി ഞാൻ ചെറുതായിട്ട് ഡാൻസ് കളിക്കും, ചെറുതായിട്ട് പാട്ട് പാടും. അപ്പം ഞാൻ ഗാനമേളയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പം അവിടെ നിന്ന് കിട്ടുന്ന ഒരു 1000, അല്ലെങ്കിൽ ഒരു ഗാനമേളയ്ക്ക് പോയിട്ട് നമുക്കൊരു 1000 അല്ലെങ്കിൽ 2000 കിട്ടുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ഞാൻ വർക്ക് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നാറില്ല. ഞാൻ എൻജോയ് ചെയ്യുകയാണ് എൻ്റെ ഓരോ ലൈഫും. സോ ഷീ ഈസ് എൻജോയ്.
അപ്പോൾ എന്താ പറയുക, ഈ വിധവയായതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. സോ പുള്ളിക്കാരി ഭയങ്കര ജെന്യൂൻ ആണെന്ന് ആഫ്റ്റർ എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞതിനും മനസ്സിലായി. ആൻഡ് പുള്ളിക്കാരി ഇങ്ങനെ കുറച്ച് റീലൊക്കെ കണ്ട് കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരുപാട് ആൾക്കാരോട് സംസാരിച്ച് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ക്വിറ്റ് ചെയ്ത് പോയത്. സോ അക്കോർഡിംഗ് ടു പുള്ളിക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ദുബായിൽ പോയത് വലിയൊരു കാര്യമാണ്. അപ്പം ഒരു കുട്ടി ഇങ്ങനെ പറയുകയുണ്ടായി. സോ അതിനെതിരെ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. സോ അതൊരു പീക്കിൽ നിൽക്കുമ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഞാനൊരു പുള്ളിക്കാരി ഇവിടെ ഞാൻ കൊടുക്കാം, ഒരു നീഗ്രോയുമായിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനടിയിൽ ഹാഫ് ആൾക്കാരും ഇവൾക്ക് ഇതാണോ ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഒരു ബോയ്സ് നമുക്ക് ഫ്രണ്ട് ആവാൻ പാടില്ലേ, നമുക്ക് വേറെ ആരുടെയും കൂടെ ഫോട്ടോ ഇടാൻ പാടില്ലേ, അതൊക്കെ അവരവരുടെ ഇതാണ്. പിന്നെ എല്ലാവരും പറയുന്നു എവിടെ തുറന്നാലും രേണുസുധിയുടെ വീഡിയോസാണ് വരുന്നത്, അല്ല രേണുസുധീൻ്റെ രേണുസുധീൻ്റെ ഷോർട്സ് ആണെന്ന്. ആക്ച്വലി ഈ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഓൺലൈൻ മീഡിയാസ് പോകണമെങ്കിൽ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. അവർ പറഞ്ഞിട്ടാണോ നമുക്കറിയത്തില്ല, അവർ പറഞ്ഞിട്ടാണോ അവർ വരുമ്പോൾ പുറകെ പോകുന്നു, നമ്മളൊക്കെ പോകുന്നുണ്ട്, നമ്മുടെ പുറകെ ആരും വരുന്നില്ല. സോ ദാറ്റ്സ് ഓൾ ആൻ അച്ചീവ്മെൻ്റ് ആണ്. സോ കുറേ നെഗറ്റീവ്സ് ഞാൻ കണ്ടു, എനിക്ക് ആ കമൻസൊക്കെ വായിച്ച് സംസാരിക്കണം എന്നുണ്ട്. ബട്ട് ഐ ഫീൽ ഇറ്റ്സ് നോട്ട്, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ചാനൽ സൈനിങ് ഓഫ്. ബൈ.